കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ വേണ്ടി പോകുന്നത് ഇഗ്നോ ഫോക്കസ് 5.0ന്റെ പാർട്ടായിട്ട് BSOC 103 ആണ്. BA സോഷ്യോളജിയുടെ അണ്ടറിൽ വരുന്ന പേപ്പർ ആണ്. ഓക്കെ. ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് ഞാൻ എല്ലാവരും വെൽക്കം ചെയ്യാണ്. മെയിനായിട്ടും ഈ പറയുന്ന ഒരു എന്താ പറയാ ഗൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഈ പറയുന്ന ഡിസംബർ 2025 എക്സാം എഴുതാൻ പോകുന്ന ലേണേഴ്സ് ആണ് അല്ലെ. അപ്പം നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കുക, കുറച്ചുകൂടെ സ്ട്രാറ്റജിക്കലി നിങ്ങൾ റിവൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പാസ്റ്റ് പേപ്പേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഏത് ബ്ലോക്കാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്, അതിൽ ഏത് യൂണിറ്റ് ഏത് ടോപ്പിക് ആണ് കവർ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതലും, ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് ഏതൊക്കെ വരുന്നുണ്ട്, എക്സാം പാറ്റേൺ എങ്ങനെ വരുന്നു, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സീരീസ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഡോക്യുമെന്റ് റോഡ് മാപ്പ് പറയാനാണെന്നുണ്ടെങ്കിൽ സിലബസ് മാപ്പിംഗ് വരുന്നുണ്ട്. ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും വളരെ ഹൈ yield ടോപ്പിക്സ് ഏറ്റവും വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ എക്സാം പാറ്റേൺ അനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സാമിന്റെ ഫോർമാറ്റ്, മാർക്ക് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അതുപോലെ ടോപ്പ് ആയിട്ട് വരുന്ന റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ പറയുന്നത് ടോപ്പിക് പ്രോബിലിറ്റിയും പ്രിഡിക്ഷൻസും ഉണ്ട്. അതായത് ഡിസംബർ 2025 നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതിന്റെ പ്രിഡിക്ഷൻസും കാര്യങ്ങളും. അതേപോലെ ഒരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ആയിട്ടുള്ള ഒരു പ്രിഡിക്റ്റീവ് പേപ്പർ ആണ്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അതേപോലെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീമും ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ സീരീസ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ പാസ്റ്റില്, അതായത് ഒരു 4 to 5 ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സിലബസ് മാപ്പിംഗ് നോക്കാം. നമുക്ക് BSOC 103യുടെ അപ്ഡേറ്റഡ് സിലബസ് മാപ്പിംഗ് ആണ്. ബ്ലോക്ക് വൈസ് നമുക്ക് യൂണിറ്റ് വൈസ് ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് എത്ര തവണ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്, അതിന്റെ റെലവൻസ്. ഇപ്പൊ ബ്ലോക്ക് 1 പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ബ്ലോക്കില് യൂണിറ്റ് 1 ഇവല്യൂഷണറി പെർസ്പെക്റ്റീവ്, അതിലെ ടോപ്പിക് ഇവല്യൂഷണറി തിയറീസ് ഓഫ് കൾച്ചർ അപ്പിയർ ചെയ്തിട്ടുള്ളത് 5 ടൈംസ് ആണ്. അതിന്റെ ഒരു റെലവൻസ് എന്ന് പറയുമ്പോൾ മീഡിയം ആണ്. ദെൻ യൂണിറ്റ് 2 ഫംഗ്ഷനലിസം ദുർഖി 2 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ദെൻ റെലവൻസ് എന്ന് പറയുമ്പോൾ ലോ ആണ്. ദെൻ യൂണിറ്റ് 2ന്റെ സെയിം ഫംഗ്ഷനലിസം മലിനോസ്കി വേഴ്സസ് റാഡിക്കൽ ബ്രൗൺ കമ്പാരിസൺ അപ്പിയർ ചെയ്തിട്ടുള്ളത് 2 ടൈംസ് ആണ്, ലോ ആണ് റെലവൻസ്. ദെൻ യൂണിറ്റ് 2 സെയിം നമുക്ക് കാണാം. ഫംഗ്ഷനലിസം മെർട്ടോൺ 1 ടൈം ആണ്, ലോ ആണ്. ദെൻ ഫംഗ്ഷനലിസം പാസേൺസ് 1 ടൈം അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ ആണ് കാറ്റഗറി. ദെൻ ഫംഗ്ഷനലിസം റാഡിക്ലിഫ് ബ്രൗൺ 1 ടൈം അപ്പിയർ ചെയ്തിട്ടുള്ളൂ, ലോ ആണ് കാറ്റഗറി. ഫംഗ്ഷനലിസം സ്പെൻസർ 1 ടൈം അപ്പിയർ ചെയ്തിട്ടുള്ളത്, ലോ കാറ്റഗറി ആണ്. ദെൻ യൂണിറ്റ് 3 സ്ട്രക്ചറലിസത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ലെവി സ്ട്രോസ് തിയറി മിത്സ് എത്നോഗ്രഫി 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മീഡിയം ആണ് കാറ്റഗറി വരുന്നത്. ദെൻ യൂണിറ്റ് 4 കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ് കോൺഫ്ലിക്ട് തിയറി 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ലോ കാറ്റഗറി ആണ്. ദെൻ കോൺഫ്ലിക്ട് ചോദിച്ചിട്ടുള്ളത് ഡെറൻഡോഫിൽ ചോദിച്ചിട്ടുള്ളത് 2 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ആ ടോപ്പിക്, അതിന്റെ ഒരു കാറ്റഗറി വരുന്നത് ലോ ആണ്. ദെൻ കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവിലും കോൺഫ്ലിക്ട് കോസറി ചോദിച്ചിട്ടുണ്ട്, 1 ടൈം ആണ്, ലോ കാറ്റഗറി ആണ്. അടുത്തത് ബ്ലോക്ക് 1 പെർസ്പെക്റ്റീവ്സ് 1 യൂണിറ്റ് 4 കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ യൂണിറ്റിലെ എലൈറ്റ് തിയറി പാരേറ്റോ വന്നിട്ടുള്ളത് 1 ടൈം ആണ്, ലോ കാറ്റഗറി ആണ്. ദെൻ യൂണിറ്റ് 5 ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയിലെ ഇന്റർപ്രറ്റീവ് സോഷ്യോളജി മാക്സ് വെബർ 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ലോ കാറ്റഗറി ആണ്. പിന്നെ സെയിം യൂണിറ്റിൽ ഫിനോമെനോളജി ചോദിച്ചിട്ടുണ്ട്, ഈ 2 ടൈംസ് ആണ്, ലോ ആണ്. ദെൻ എത്നോ മെത്തഡോളജി ചോദിച്ചിട്ടുണ്ട്, 1 ടൈം ആണ്, ലോ ആണ് കാറ്റഗറി. ദെൻ യൂണിറ്റ് 6ലേക്ക് വരുമ്പോൾ സിംബോളിക് ഇന്ററാക്ഷൻസും വരുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സും ടെനൻസും ചോദിച്ചിട്ടുണ്ട്, 3 ടൈംസ്, ലോ കാറ്റഗറി ആണ്. അതുപോലെ ഡ്രാമറ്റർഗി ഗോഫ്മൻ 1 ടൈം ചോദിച്ചിട്ടുണ്ട്, ലോ കാറ്റഗറി ആണ്. സിംബോളിക് ഇന്ററാക്ഷണലിസം 1 ടൈം ചോദിച്ചിട്ടുണ്ട്, ലോ കാറ്റഗറി ആണ്. പിന്നെ ബ്ലോക്ക് 3ലേക്ക് വരുമ്പോൾ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന യൂണിറ്റ് ഫെമിനിസം ലിബറൽ 4 ടൈം ചോദിച്ചിട്ടുണ്ട്, ലോ കാറ്റഗറി ആണ്. ഓക്കെ, പിന്നെ
യൂണിറ്റ് 7 ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിലെ ഫെമിനിസം മാർക്സിസ് 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ലോ കാറ്റഗറി ആണ്. ദളിത് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന യൂണിറ്റ് 8 ഡെഫിനിഷൻ, സിഗ്നിഫിക്കൻസ്, റാഷണാലെ 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, മീഡിയം കാറ്റഗറി ആണ്. യൂണിറ്റ് 10 റിലീജിയൻ, ദുർക്കിം വെബർ, അതിൽ കമ്പാരിറ്റേറ്റീവ് റിലീജിയൻസ് എന്ന് പറയുന്ന ടോപ്പിക് 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ലോ കാറ്റഗറി ആണ്. അതിൽ റിലീജിയൻ ദുർക്കിം 1 ടൈം ചോദിച്ചിട്ടുണ്ട്, ലോ കാറ്റഗറി ആണ്. ദെൻ യൂണിറ്റ് 11 വരുമ്പം ക്യാപിറ്റലിസം എന്ന് പറയുന്ന യൂണിറ്റ് എടുക്കുമ്പോൾ ക്യാപിറ്റലിസം മാർക്സ് 2 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്, ലോ കാറ്റഗറി ആണ്. ദെൻ യൂണിറ്റ് 11 ക്യാപിറ്റലിസം മാക്സ് ആൻഡ് വെബർ, വെബർ റാഷണൽ ക്യാപിറ്റലിസം 1 ടൈം ചോദിച്ചിട്ടുണ്ട്, ലോ ആണ് കാറ്റഗറി. പിന്നെ വരുമ്പോൾ യൂണിറ്റ് 12 വരുമ്പോൾ സോഷ്യൽ ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോർമേഷൻസ്, അതിന്റെ ഫാക്ടേഴ്സ്, തിയറീസ് ഇൻക്ലൂഡിംഗ് എവല്യൂഷണറി 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ലോ കാറ്റഗറി ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 9 ഡിവിഷൻ ഓഫ് ലേബർ ദുർക്കിം ആൻഡ് മാർക്സ്, ഡിവിഷൻ ഓഫ് ലേബർ ദുർക്കിം 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ലോ കാറ്റഗറി ആണ്. ദെൻ കമ്പാരിസൺ, അതായത് ഡിവിഷൻ ഓഫ് ലേബർ ലൈക് ദുർക്കിം വേഴ്സസ് മാർക്സിന്റെ കമ്പാരിസൺ 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ലോ കാറ്റഗറി ആണ്. ഡിവിഷൻ ഓഫ് ലേബർ മാർക്സ് മാത്രം ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, ലോ കാറ്റഗറി ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഒന്നെങ്കിൽ ഈക്വൽ ടു 10 അല്ലെങ്കിൽ മോർ ദാൻ 10 തവണ ചോദിച്ചിട്ടുള്ളതിന് ഹൈ കാറ്റഗറി എന്നും, 5 to 9 ഇൻ ബിറ്റ്വീൻ 5 to 9 ചോദിച്ചതിന് മീഡിയം എന്നും, ലെസ് ദാൻ 5 ലോ എന്നുമാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇപ്പം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, നമ്മളൊരു ബാർ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ കൊടുത്തത് താഴെ എക്സ് ആക്സിസിൽ ബ്ലോക്കും വൈ ആക്സിസിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസും ആണ്. അപ്പം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഏത് ബ്ലോക്കാണ് നമുക്ക് നോക്കാം. അപ്പം ബ്ലോക്ക് 1 നമ്മൾ എടുത്താൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ബ്ലോക്ക് 1 നിന്നാണ്. നെക്സ്റ്റ് ബ്ലോക്ക് 4, അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് 2 ആൻഡ് ബ്ലോക്ക് 3 നിന്നും ഈക്വൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസംബർ 2021 തൊട്ട് ജൂൺ 2025 വരെ ചോദിച്ചിട്ടുള്ളത്. അടുത്ത നമുക്കൊരു ഹീറ്റ് മാപ്പ് ആണ്. ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി ബ്ലോക്ക് ടു യൂണിറ്റ്സ് ആണ്. എക്സ് ആക്സിസിലെ യൂണിറ്റുകൾ, വൈ ആക്സിസിലെ ബ്ലോക്കുകൾ. അപ്പൊ ഒരു യെല്ലോ കളർ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള യൂണിറ്റുകൾ തന്നെയാണ് നമ്മൾ യെല്ലോ കളർ കൊണ്ട് നമ്മൾ ഓരോ ബ്ലോക്കിലും കളർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ബ്ലോക്ക് 1 നമ്മൾ എടുക്കുമ്പോൾ യൂണിറ്റ് 2 ആൻഡ് യൂണിറ്റ് 4 നിന്നുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 2 എടുക്കുമ്പോഴത്തേക്കും നമുക്ക് യൂണിറ്റ് 1 അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 3 ആണെന്നുണ്ടെങ്കിലും യൂണിറ്റ് 1 and 2 നിന്നുമാണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 4 എടുക്കുമ്പോഴത്തേക്ക് യൂണിറ്റ് 1 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു കാറ്റഗറൈസേഷൻ ആണ് നമുക്ക് പറയാം ലൈക്ക് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ടോപ്പ് 3 ആയിട്ടുള്ള ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതാ നോക്കാം. സ്ട്രക്ചറലിസം ഉണ്ട്, ലെവി സ്ട്രോസ് 6 പേപ്പേഴ്സ്, തിയറി മീൻസ് എത്നോഗ്രഫി, എവല്യൂഷണറി തിയറീസ് ഓഫ് കൾച്ചർ ആൻഡ് ദളിത് പെർസ്പെക്ടീവ്. ഓക്കെ, അപ്പൊ 5 പേപ്പേഴ്സിൽ എവല്യൂഷണറി തിയറീസ് ഓഫ് കൾച്ചർ വന്നിട്ടുണ്ട്, ദളിത് പെർസ്പെക്ടീവ് 5 പേപ്പറിൽ വന്നിട്ടുണ്ട്. അതേപോലെ സ്ട്രക്ചറലിസം ലെവി സ്ട്രോസ് 6 പേപ്പറിലാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ കോൺഫ്ലിക്ട് തിയറി, ദെൻ ഡിവിഷൻ ഓഫ് ലേബർ, അതേപോലെ ദുർക്കി ഫോക്കസ് കമ്പാരിസൺസ്, ഫങ്ഷണലിസം, എൻസെമ്പിൾ ഓഫ് കീ തിയറീസ്, ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ടോപ്പിക്സുകളാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ എക്സാം പാറ്റേൺ അനാലിസിസ് നമുക്ക് നോക്കാം. ഒരു എക്സ്പ്ലനേറ്ററി എസ്സേ കാണും നിങ്ങൾക്ക്. അതൊരു 20 മാർക്കിനായിരിക്കും. 350 to 450 വേർഡ്സ് ആയിരിക്കും. അനലിറ്റിക്കൽ ഇന്റർപ്രറ്റീവ് എസ്സേ കാണും 20 മാർക്കിന് 350 to 450 വേർഡ്സ്. കമ്പാരിസൺ എസ്സേ കാണും 20 മാർക്കിനാണ് 350 to 450 വേർഡ്സ് ആണ്. ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എസ്സേ 20 മാർക്കിന് 350 to 450 വേർഡ്സ്. ഓക്കെ, സോ ഇതായിരിക്കും ഡിസ്കവേർഡ് ആയിട്ടുള്ള ഫോർമാറ്റ്സ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. ഓക്കെ, എന്ന് പറയുന്നത് മാർക്ക് റേഞ്ചും ദെൻ എത്ര ലൈക് ഇൻ ബിറ്റ്വീൻ എത്ര വേർഡ്സിൽ എഴുതണം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലനേറ്ററി എസ്സേ ആണ് ഡോമിനന്റ് ആയിട്ടുള്ളത്. 20 മാർക്കിന് 400 വേർഡ്സിലാണ്. സ്ട്രക്ചേർഡ് ആയിട്ട് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസ്, ആർഗ്യുമെന്റ്സ്, ഇലസ്ട്രേഷൻസ്, 2-3 സ്കോളേഴ്സിനെ മെൻഷൻ ചെയ്യുക, 1 to 2 എക്സാമ്പിൾസ് സൈറ്റ് ഔട്ട് ചെയ്യുക. ദെൻ അനലിറ്റിക്കൽ അല്ലെങ്കിൽ ഇന്റർപ്രറ്റീവ് എസ്സേ എന്ന് പറഞ്ഞാലും അഗെയിൻ 400 വേർഡ്സ് ആണ്. ബീഫ് തിയറി സെറ്റപ്പ്, അതേപോലെ തന്നെ ഒരു കൺക്ലൂഷൻസ് കൊടുക്കുക, ഒരു പ്രോപ്പർ ബോഡി കൊടുക്കുക. 20 മാർക്കിനാണ്. കമ്പാരിസൺ എസ്സേ എന്ന് പറയുമ്പോൾ കമ്പയർ ചെയ്തുകൊണ്ടുള്ളതാണ്. എക്സാമ്പിൾ ദുർക്കിം വേഴ്സസ് മാക്സ് ഓൺ ഡിവിഷൻ ഓഫ് ലേബർ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 20 മാർക്കിന് 400 വേർഡ്സ് ആണ്. സഫിഡിയൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അസംഷൻസ്, മെത്തേഡ്സ്, കോൺസെപ്റ്റ്സ്, ക്രിട്ടിക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. ദെൻ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എസ്സേ എന്ന് പറയുമ്പോൾ 20 മാർക്കിന് 400 വേർഡ്സ് ആണ്. അപ്പം അതും എന്ത് ചെയ്യാം, എഴുതാൻ വേണ്ടി നോക്കാം. ഓക്കെ, സോ നമുക്കിനി ഓരോ ബ്ലോക്ക് വൈസും എങ്ങനെയൊക്കെയാണ് ഓരോ ഇയറിലും ആ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിന് മാർക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ബ്ലോക്ക് 1 ജൂൺ 2023 50 ആണ് വന്നിട്ടുള്ളത് മാർക്ക്. ദെൻ ഡിസംബർ 2023 37.5, ജൂൺ 2024 37.5, ഡിസംബർ 2024 50,
ജൂൺ 2025 37.5. അങ്ങനെ ടോട്ടൽ ഷെയർ 42.5 ആണ്. ബ്ലോക്ക് 2 എടുക്കുമ്പോൾ ടോട്ടൽ ഷെയർ 17.5 ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ബ്ലോക്ക് 3ലേക്ക് വരുമ്പോൾ 12.5, ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ 27.5. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ബ്ലോക്ക് 1 ആണ്, 42.5 ഉണ്ട്. പിന്നെ ബ്ലോക്ക് 4 ആണ് 27.5, ദെൻ ബ്ലോക്ക് 2 17.5, പിന്നെ ബ്ലോക്ക് 3 12.5. ഓക്കെ, നമുക്കൊരു ട്രെൻഡ് വിഷ്വലൈസേഷൻ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ട്രെൻഡ് ലൈക്ക് എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു സ്റ്റെബിലിറ്റി പോയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോ ഡിസംബർ 2021 തൊട്ട് ജൂൺ 2025 എടുക്കുമ്പോൾ നമുക്ക് ആ ഡിസംബർ 2025 തൊട്ട് ജൂൺ 2025 വരെ ഒരു 2 കാറ്റഗറിയാണ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഒന്ന് അനലിറ്റിക്കൽ ഇന്റർപ്രറ്റീവ് എസ്സേയും ഒന്ന് ക്രിട്ടിക്കൽ വാലുവേഷൻ എസ്സേയും. ബാക്കിയുള്ള കാറ്റഗറീസ് എല്ലാം നല്ല രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ 2024 തൊട്ട് ജൂൺ 2025 എടുക്കുമ്പോൾ, അതായത് ഡിസംബർ 2024 തൊട്ട് ജൂൺ 2025 വരെ എടുക്കുമ്പോൾ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത് 2 കാറ്റഗറിയാണ്, അനലിറ്റിക്കൽ അല്ലെങ്കിൽ ഇന്റർപ്രറ്റീവ് എസ്സേയും കമ്പാരിസൺ എസ്സേയും. ഓക്കെ, നമുക്ക് പാറ്റേൺ ഹൈലൈറ്റ് നോക്കാം. എക്സ്പ്ലനേറ്ററി എസ്സേ എന്ന് പറയുമ്പോൾ എല്ലാ ഇയറിലും ഡോമിനേറ്റ് ചെയ്യുന്നതാണ്. കമ്പാരിസൺ പ്ലസ് പീരീഡ് എന്ന് പറയുമ്പോൾ ജൂൺ 2023 ടു ജൂൺ 2024 നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ക്രിട്ടിക്കൽ വാലുവേഷൻ എന്ന് പറയുമ്പോൾ എപ്പിസോഡിക്കലി ആണ്, ലൈക് 1 ഇയറിൽ അപ്പിയർ ചെയ്യും, ചിലപ്പോൾ അത് കഴിഞ്ഞ് അപ്പിയർ ചെയ്യത്തില്ല. അങ്ങനെയാണ് അതിന്റെ അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നിങ്ങൾക്ക് 3 മണിക്കൂർ എക്സാം എങ്ങനെ 100 മാർക്ക് പേപ്പറിന് എങ്ങനെ നിങ്ങൾക്ക് ഒരു ടൈമിനെ നിങ്ങൾക്ക് കൊടുക്കാം, ലൈക് പ്രിപ്പറേഷൻ ടിപ്പാണ് നമ്മൾ പറയുന്നത്. സോ എക്സ്പ്ലനേറ്ററിക്ക് ആണെന്നുണ്ടെങ്കിൽ മൊത്തം ഒരു 137.8 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അനലിറ്റിക്കലിനാണെന്നുണ്ടെങ്കിൽ 30.9, കമ്പാരിസൺ ആണെന്നുണ്ടെങ്കിൽ 8.4 മിനിറ്റ്, ക്രിട്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ 2.8 മിനിറ്റ്. പ്ലസ് നിങ്ങൾക്ക് ആദ്യത്തെ 5 മിനിറ്റ് നിങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ലാസ്റ്റ് മിനിറ്റ് കുറച്ചൊരു 10 മിനിറ്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസറിന് എല്ലാം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എഴുതിയിട്ടുണ്ടോ, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടോ, പേജ് നമ്പർ ഇട്ടിട്ടുണ്ടോ, ലൈക്ക് അങ്ങനെയുള്ള ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ഓക്കെ, സോ അത് കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറലിസം ആണ്. 8 പേപ്പറിൽ 8 ലൈക്ക് തവണ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ 7 തവണ വന്നിട്ടുണ്ട്. തിയറി, മിത്സ് ആൻഡ് എത്നോഗ്രഫി. ദെൻ ദളിത് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ഡെഫിനേഷൻ, റാഷണാലിറ്റി, സിഗ്നിഫിക്കൻസ് 5 ടൈംസ് വന്നിട്ടുണ്ട്. ദെൻ കോൺഫ്ലിക്ട് തിയറി, ജനറൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്കൂൾസ് 4 ടൈംസ് വന്നിട്ടുണ്ട്. പിന്നെ ലിബറൽ ഫെമിനിസം, ബേസിസ് ഓഫ് വുമൻസ് സബോർഡിനേഷൻ 4 ടൈംസ് വന്നിട്ടുണ്ട്. ദെൻ ഡിവിഷൻ ഓഫ് ലേബർ, ദുർക്കീം വ്യൂസ് 3 ടൈംസ് വന്നിട്ടുണ്ട്. അതേപോലെ എവല്യൂഷണറി അല്ലെങ്കിൽ നിയോ എവല്യൂഷണറി തിയറീസ് ഓഫ് കൾച്ചർ 3 തവണ വന്നിട്ടുണ്ട്. ഇന്റർപ്രറ്റീവ് സോഷ്യോളജി, മാക്സ് വെബർ 3 തവണ ചോദിച്ചിട്ടുണ്ട്. സിംബോളിക് ഇന്ററാക്ഷണലിസം, കോർട്ടനറ്റ്സ് 3 തവണ ചോദിച്ചിട്ടുണ്ട്. ക്യാപിറ്റലിസം, കാൾ മാർക്സ്, ഫീച്ചേഴ്സ് ക്രിട്ടിക് 2 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ദെൻ കമ്പയർ ഫംഗ്ഷനലിസം, മലിനോസ്കി വേഴ്സസ് റാഡിക്ലിഫ് ബ്രൗൺ 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. ഈ പറയുന്ന ടോപ്പ് 10 ആയിട്ടുള്ള റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ്, ഏത് യൂണിറ്റിൽ നിന്നാണ്, പിന്നെ അത് ചോദിച്ചിട്ടുള്ള ആവറേജ് മാർക്ക്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ, സ്ട്രക്ചറലിസം, ലെവി സ്ട്രോസ്, തിയറി, മിത്സ്, എത്നോഗ്രഫി എന്ന് പറയുമ്പോൾ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആണ്. അപ്പിയർ ചെയ്തിട്ടുള്ളത് 7 ടൈംസ് ആണ്. ആവറേജ് മാർക്ക് 20 ആണ്. ദളിത് പെർസ്പെക്റ്റീവ്, ഡെഫിനിഷൻ, റേഷണാലിറ്റി, സിഗ്നിഫിക്കൻസ് ബ്ലോക്ക് 3 യൂണിറ്റ് 8 ആണ്. അപ്പിയർ ചെയ്തിട്ടുള്ളത് 5 ടൈംസ് ആൻഡ് ആവറേജ് മാർക്ക് 20 ആണ്. കോൺഫ്ലിക്ട് തിയറി, ജനറൽ, ക്ലാസിക്കൽ ബ്ലോക്ക് 1 യൂണിറ്റ് 4 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 ആണ് ആവറേജ് മാർക്ക്. ദെൻ ലിബറൽ ഫെമിനിസം, ബേസിസ് ഓഫ് വുമൻ സബോർഡിനേഷൻ ബ്ലോക്ക് 3 യൂണിറ്റ് 7 അപ്പിയർ ചെയ്തിട്ടുള്ളത്
4 ടൈംസ് ആണ്, ആവറേജ് മാർക്ക് 20 ആണ്. ഡിവിഷൻ ഓഫ് ലേബർ ദുർക്കീംസ് വ്യൂ ബ്ലോക്ക് 4 യൂണിറ്റ് 9 അപ്പിയർ ചെയ്തിട്ടുള്ളത് 3 ടൈംസ് ആണ്, ആവറേജ് മാർക്ക് 20 ആണ്. ദെൻ എവല്യൂഷണറി നിയോ എവല്യൂഷണറി തിയറീസ് ഓഫ് കൾച്ചർ ബ്ലോക്ക് 1 യൂണിറ്റ് 1 അപ്പിയർ ചെയ്തിട്ടുള്ളത് 3 ടൈംസ് ആണ്, ആവറേജ് മാർക്ക് 20 ആണ്. ദെൻ ഇന്റർപ്രറ്റീവ് സോഷ്യോളജി മാർക്സ് വെബർ ബ്ലോക്ക് 2 യൂണിറ്റ് 5 അപ്പിയർ ചെയ്തിട്ടുള്ളത് 3 ടൈംസ് ആണ്, ആവറേജ് മാർക്ക് 20 ആണ്. സിംബോളിക് ഇന്ററാക്ഷൻസും കോർ ടെനറ്റ് ബ്ലോക്ക് 2 യൂണിറ്റ് 6 അപ്പിയർ ചെയ്തിട്ടുള്ളത് 3 ടൈംസ് ആണ്, 20 ആണ് ആവറേജ് മാർക്ക്. ക്യാപിറ്റലിസം കാൾ മാർക്സിന്റെ ഫീച്ചേഴ്സ് ക്രിട്ടിക് ബ്ലോക്ക് 4 ആണ്, യൂണിറ്റ് 11 ആണ്, 2 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്, 20 ആണ് ആവറേജ് മാർക്ക്. കമ്പയർ ഫംഗ്ഷണലിസം മലിനോസ്കി വേഴ്സസ് റാഡ്ക്ലിഫ് ബ്രൗൺ ബ്ലോക്ക് 1 ആണ്, യൂണിറ്റ് 2 അപ്പിയർ ചെയ്തിട്ടുള്ളത് 2 ടൈംസ് ആണ്, ആവറേജ് മാർക്ക് 20 ആണ്. ഓക്കെ, ഇനി ഈ ഒരു 20 ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളതിന്റെ ഒരു റേഷനാലെ ആ ഒരു ലൈക്ക് ആ ഒരു പെർസെന്റേജ് നമ്മൾ ആ ഒരു സർക്കിളിൽ കാണിച്ചിരിക്കുന്നതാണ് ഓരോ പൈ ആയിട്ട്. First one 19%, second like question 14, third one 11, then fourth one 11, 5, fifth one 8, then sixth one 8%, seventh one 8%, then eighth one 8%, ninth one 6%, 10th one 6%. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒരു ഷെയർ ആണ്. ഓക്കെ, എത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതിന്റെ ഒരു ഷെയർ ആണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, സോ മൊത്തം നമുക്ക് ഈ ഒരു വർഷങ്ങൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 56.2% നമുക്ക് ടോപ്പ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ പറയുന്ന ടോട്ടൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് പഠിക്കണം നിങ്ങൾ. ഓക്കെ, ലൈക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, നിങ്ങളൊന്ന് അറ്റ്ലീസ്റ്റ് ട്രൈസ് എങ്കിലും പ്രാക്ടീസ് ചെയ്യുക, ആൻസേഴ്സും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി നോക്കുക. അതേപോലെ ടീച്ച് ബാക്ക് മെത്തേഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, അതായത് ഡിഫറെന്റ് ലൈക്ക് വേർബ്സിൽ ഇപ്പൊ ചിലപ്പം ചില സെയിം ക്വസ്റ്റ്യൻസ് തന്നെ അല്ലെങ്കിൽ ചില ലൈക്ക് സെയിം ടോപ്പിക് തന്നെ പല ലൈക്ക് വേർബ്സിൽ ചോദിക്കാം. ലൈക്ക് എക്സ്പ്ലെയിൻ, അനലൈസ്, കമ്പയർ, ക്രിട്ടിക്കലി എക്സാമിൻ. അപ്പം നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 10 ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിനെ പല രീതിയിലും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. സോ ബ്ലോക്ക് 1 പെർസ്പെക്ടീവ് ഫണ്ടിലെ യൂണിറ്റ് 1 എവല്യൂഷണറി പെർസ്പെക്ടീവിന്റെ ടോപ്പിക് എവല്യൂഷണറി നിയോ എവല്യൂഷണറി തിയറീസ് ഓഫ് കൾച്ചർ പ്രോബിലിറ്റി വരുന്നത്. അതായത് ഈ പറയുന്ന ടോപ്പിക്ക് വരാൻ ഇനിയും ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാനുള്ള ചാൻസ് 37.5 ആണ്, കാറ്റഗറി ലോ ആണ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് ബ്ലോക്ക് 1ന്റെ തന്നെ യൂണിറ്റ് 2 ഫംഗ്ഷണലിസം എടുത്താല് കമ്പയർ ഫംഗ്ഷണലിസം മാലിനോസ്കി വേഴ്സസ് റാഡ്ക്ലിഫ് ബ്രൗൺ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് വരാൻ ഈ ഡിസംബർ 2025 വരാനുള്ള ചാൻസ് ആ ഒരു പ്രോബിലിറ്റി 25% ആണ്, കാറ്റഗറി ലോ ആണ്. ദെൻ യൂണിറ്റ് 2 തന്നെ ഫംഗ്ഷണലിസം എമിലി ദുർക്കിയും ദെൻ 25% ആണ് പ്രോബിലിറ്റി, ലോ കാറ്റഗറി ആണ്. ആൻഡ് ഫംഗ്ഷണലിസം AR റാഡ്ക്ലിഫ് ബ്രൗൺ 12.5 ആണ്, പ്രോബിലിറ്റി വരുന്നത് ലോ കാറ്റഗറി ആണ്. ഫംഗ്ഷണലിസം ഹെഡ്വേർഡ് സ്പെൻസർ 12.5 പ്രോബിലിറ്റി കാറ്റഗറി ലോ. ഫംഗ്ഷണലിസം RK മെർട്ടൻ 12.5 പ്രോബിലിറ്റി കാറ്റഗറി ലോ. ഓക്കെ, then unit 2 functionalism Talcott Parsons 12.5 low category. Unit 3 structuralism Levi-Strauss theory mixed ethnography 87.5% ആണ്, high category ആണ്. Then unit 4 conflict perspective conflict theory general classical എന്ന് പറയുന്ന ടോപ്പിക് 50% ആണ്, മീഡിയം കാറ്റഗറി. Then conflict theory തന്നെ ഡെർൻഡോഫിന്റെ 25% ആണ്, ലോ കാറ്റഗറി ആണ്. ദെൻ കോൺഫ്ലിക്ട് തിയറി കോസർ 12.5 ആണ് നമ്മളുടെ പെർസെന്റേജ് വരുന്നത്, പ്രോബിലിറ്റി ലോ കാറ്റഗറി ആണ്. ദെൻ എലൈറ്റ് തിയറി പെറൈറ്റോ 12.5 ആണ്, അതിന്റെ പ്രോബിലിറ്റി ലോ കാറ്റഗറി ആണ്. പിന്നെ നമുക്ക് ബ്ലോക്ക് 2 വരുമ്പോൾ അതിൽ യൂണിറ്റ് 5 ഇന്റർപ്രറ്റീവ് സോഷ്യോളജി എന്ന് പറയുന്ന യൂണിറ്റ് എടുക്കുമ്പോൾ ഇന്റർപ്രറ്റീവ് സോഷ്യോളജി മാക്സ് വെബർ 37.5 ആണ്, ലോ കാറ്റഗറി ആണ് വരുന്നത്. പിന്നെ നമുക്ക് യൂണിറ്റ് 5 ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയുടെ തന്നെ ഫിനോമിനോളജി ആൽഫ്രഡ് സ്കൂൾസ് അപ്രോച്ച് 25 ആണ്, പ്രോബിലിറ്റി ലോ ആണ് കാറ്റഗറി. ദെൻ ഫിനോമിനോളജി ആൻഡ് എത്നോമെത്തഡോളജി ജോയിന്റ് 12.5% ലോ കാറ്റഗറി. യൂണിറ്റ് 6ലേക്ക് വരുമ്പോൾ സിംബോളിക് ഇന്ററാക്ഷനിസം കോർ ടെനൻസ് 37.5% ലോ കാറ്റഗറി. ദെൻ dramaturgy Irving Goffman 12.5% low category. Symbolic interactionism GH Med 12.5% low category. Then unit 7 feminist perspective liberal feminism basis of women's subordination 50% medium category. Then Marxist feminism analysis of women's oppression 25% low category. Dalit perspective unit 8 വരുമ്പോൾ Dalit perspective in the definition rationale significance 62.5 medium category. Then unit 10
religion Durkheim and Weber, religion Max Weber, India China cooperative, comparative 25% low category. Then unit 10 religion Durkheim and Weber, religion Emily Durkheim, sociology of religion എന്ന് പറയുന്ന ടോപ്പിക് വരാനുള്ള ചാൻസ് 12.5 and low category. Then unit 11 capitalism Marx and Weber, capitalism Karl Marx, features or critic 25% and low category. Capitalism Weber, rationale, capitalism preconditions 12.5 probability and low category. Unit 12 social change and transformation, social change theories, factors including evolutionary 25% and low category. Unit 9 division of labor Durkheim and Marx, into the division of labor Durkheim's view 37.5% and low category. Then unit 9 division of labor Durkheim and Marx തന്നെ division of labor Durkheim versus Marx comparison ചോദിച്ചിട്ടുള്ളത് 25% ആണ്, low category ആണ്. Okay, block 4 differences and debates തന്നെ unit 9 division of labor and Durkheim Marx, division of labor Marxian analysis 12.5% ആണ് probability, low ആണ് category. ഇപ്പൊ നമ്മൾ ഇവിടെ ഗ്രേറ്റർ ദാൻ 70% ആണ്, ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ 70% ആണെന്നുണ്ടെങ്കിൽ ഹൈ കാറ്റഗറിയും ഒരു 640 to 69 ഇൻ ബിറ്റ്വീൻ ആ ഒരു കാറ്റഗറിന്റെ ഉള്ളിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ടോപ്പിക് ആണെങ്കിൽ മീഡിയം, ആൻഡ് ലെസ് ദൻ 40% ആണ് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് വരാനുള്ള ചാൻസ് എങ്കിൽ ലോ കാറ്റഗറി എന്നുമാണ് നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് എന്തുകൊണ്ട് നമ്മൾ ഇതിനെ ഹൈ മീഡിയം ടോപ്പിക്സ് ആക്കിയെന്ന് ചോദിച്ചാൽ, ഇപ്പം സ്ട്രക്ചറലിസം ഒക്കെ എടുത്താല്, ലെവിസ്ട്രോസ് ഒക്കെ എടുത്താല് 6 പേപ്പറിൽ 5 എണ്ണത്തിലും ചോദിച്ചിട്ടുണ്ട്. ദെൻ ദളിത് പെർസ്പെക്റ്റീവ് 6 പേപ്പറിൽ 3 എണ്ണത്തില്, കോൺഫ്ലിക്ട് തിയറി 6 പേപ്പറിൽ 3 എണ്ണത്തില്, ലിബറൽ ഫെമിനിസം ലാസ്റ്റ് 6 പേപ്പറിന്റെ 3 എങ്കിലും വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഈ പറയുന്ന ഹൈ മീഡിയം എന്നൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഹൈ സ്ട്രക്ചറലിസം ഒക്കെ ഹൈ വരുന്നതാണ്. ലെവിസ്ട്രോസ് 87.5% ആണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ടീച്ച് ബാക്ക് മെത്തേഡ് ഒക്കെ യൂസ് ചെയ്ത് പഠിക്കുക, ഒരാളെ പഠിപ്പിക്കുന്ന പോലെയൊക്കെ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക. കുറച്ചുകൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈക്ക് ബ്രെയിനിലേക്ക് അത് ഫീഡ് ആവും. ഓക്കെ, then medium 40 to 69% വരുന്നത് ദളിത് പെർസ്പെക്റ്റീവ്, then കോൺഫ്ലിക്ട് തിയറി, ജനറൽ ക്ലാസിക്കൽ, ലിബറൽ ഫെമിനിസം, ഇതൊക്കെ ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യുക. അതേപോലെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ എഴുതി നോക്കുക. 2 times എങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, കമ്പാരിസൺ ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ദെൻ ലോ കാറ്റഗറി എന്ന് പറയുമ്പോൾ ലെസ് ദൻ 40% ചാൻസ് ഉള്ളത് ഡിവിഷൻ ഓഫ് ലേബർ, ദുഃഖി ഫോക്കസ് അല്ലെങ്കിൽ അത് കമ്പയർ, ദെൻ എവല്യൂഷണറി തിയറീസ് ഓഫ് കൾച്ചർ, ഇന്റർപ്രറ്റീവ് സോഷ്യോളജി വെബർ, സിംബോളിക് ഇന്ററാക്ഷണലിസം, then capitalism, ഡെർൻഡോഫിന്റെ വരുന്നുണ്ട്, ഡെർൻഡോഫ് ആൻഡ് കോസർ, ഗോഫ്മാൻ, ഫിനോമിനോളജി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഇതാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ലോ കാറ്റഗറി ആണെന്ന് വിചാരിച്ച് കംപ്ലീറ്റ്ലി വിടരുത്, പഠിക്കണം. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ആ ഒരു പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റിൽ അല്ലെങ്കിൽ അതെങ്ങനെ പഠിക്കണം, ഏതൊക്കെയാണ് കാറ്റഗറിയിൽ വരുന്നത് എന്ന് നമ്മൾക്ക് ഓവറോൾ പറയാനുള്ളത്. ഇനിയിപ്പോ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസംബർ 2025 ബാച്ചുലർ ഓഫ് ആർട്സ് ഹോണേഴ്സ് സോഷ്യോളജി BA സോഷ്യോളജിയുടെ BSOC 103 എന്ന് പറയുന്ന പേപ്പർ, ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 2. സോ ടൈം വരുന്നത് 3 hours ആണ്, മാക്സിമം മാർക്ക് 100 ആണ്. നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ 5 എണ്ണം എന്ത് ചെയ്യാം, എഴുതുക. സോ ഇവിടെ മൊത്തം 8 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതിൽ 5 എണ്ണം ചൂസ് ചെയ്യുക 400 വേർഡ്സിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, critically evaluate Claude Lévi-Strauss structuralism as a framework for understanding culture, bringing out key assumptions and major critics. Then contrast Malinowski and Radcliffe Brown and functionalistic explanations of social order, indicating the distinctive aims and methods of each tradition. அடுத்த question, third one. Explain the core propositions of conflict theory and assess how this perspective accounts for social transformation in contemporary societies. Then fourth one, explain Max Weber's interpretive sociology and discuss its implications for building sociological explanations. Then fifth one, discuss the key ideas of symbolic interactionism with reference to the formation of self and social action. Sixth one, discuss the Dalit perspective as a sociological framework, stating its rational methodological stains and contributions to the study of Indian society. Then compare liberal and Marxist feminist explanations of women's subordination, indicating points of convergence and divergence. And eighth one, compare Emily Durkheim and Karl Marx on the division of labor. Okay, so ഈ 8 ക്വസ്റ്റ്യൻസിൽ 5 എണ്ണം എന്ത് അറ്റൻഡ് ചെയ്യുക. 400 വേർഡ്സിനുള്ള ആണ് അത് എഴുതേണ്ടത്. 3 മണിക്കൂർ ആയിരിക്കും എക്സാം. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ
ടൈമും കാര്യങ്ങളൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് എക്സാമിന് വേണ്ടി ലൈക്ക് ഈ ഒരു ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആൻസേഴ്സ് എഴുതി നോക്കുക. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ആ ഒരു ലൈക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും. എക്സാം എഴുതാൻ കുറച്ചൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ബിക്കോസ് നമ്മൾക്കിപ്പോ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് നമുക്ക് ആ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രഡിക്ഷൻസ് ആയിക്കോട്ടെ, പ്രോബിലിറ്റി ആയിക്കോട്ടെ, ഹൈൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പം അത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യുക, ഗോ ത്രൂ ചെയ്യുക. ഓക്കെ, ഇമ്പോർട്ടൻസ് ആയിട്ടും പഠിക്കുക. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഹൈ സ്കോർ കിട്ടും. സോ ഇതുവരെയും പഠിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഗൈഡ് കൊണ്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാനും, നിങ്ങൾ പഠിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാനും നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഈ ഒരു PDF, ഈ ഒരു ഗൈഡ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ റിവിഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ബൈ ആൻഡ് ബെസ്റ്റ് വിഷസ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.